السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ പ്രാവശ്യം ഒന്നാം ഘട്ടത്തിൽ കൊടുക്കാനുള്ള കിറ്റ് 2000 ചില്ലാനം കിറ്റ് ഈ നമ്മുടെ സ്ഥാപനത്തിൽ കൊള്ളാവുന്ന അത്ര സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഒരു കടബാധ്യത ഇല്ല എന്നുള്ളതാണ്. നാട്ടിലും പുറത്തൊക്കെയുള്ള ഉദാരമതികളായ കുറേ സഹോദരി സഹോദരന്മാരെ പിന്തുണയും പ്രാർത്ഥനയും, സെൻട്രലിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരെ കഠിന പ്രയത്നമെല്ലാം കൂടി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും സാധനം ഇവിടെ എത്തി. ഇൻഷാ അല്ലാഹ്, ഇത്രയും കൂടി സാധനങ്ങൾ ഉണ്ടെങ്കിലേ നമ്മൾ വിചാരിച്ച ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അള്ളാഹു ഇൻഷാ അല്ലാഹ് അത് തരട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ബിസ്മില്ലാ, ഒന്നാം ഘട്ടം കിറ്റ് കൊടുക്കുന്ന 1300-ലധികം പേരുടെ വൈദവ്യം അനുഭവിക്കുന്ന സഹോദരിമാർക്കും ഏകദേശം 3000-ഓളം വരുന്ന അവരുടെ മക്കളുമാണ് നമ്മൾ ഒന്നാം ഘട്ടത്തിലുള്ളത്. കൂടെ തന്നെ മാരകമായ രോഗങ്ങൾ വന്ന് കിഡ്നി ക്യാൻസർ, ട്യൂമർ പോലുള്ള ഒരുപാട് രോഗങ്ങൾ വന്ന് പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലും കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മളെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ ചികിത്സ കഴിഞ്ഞു പോയ, നമ്മൾ സൈക്യാട്രി ക്ലിനിക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, രണ്ടറ്റം മുട്ടാൻ പാടുപെടുന്ന കുറച്ച് സഹോദരന്മാർ, ഇങ്ങനെ ഒരു 2000 ചില്ലാനം ആളുകളെ നമ്മൾ ഒന്നാം ഘട്ടത്തിൽ കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് ഷാദി മുസ്തഫ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മി ഏതൊരു പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യമായി ചെല്ലുന്ന ബിസ്മി ലാഹിർ റഹ്മാൻ റഹീം, ആ ഒരു നാമകരണം പോലെ തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനം. ഇതിനർഹതപ്പെട്ട കുറേ കുടുംബങ്ങളെക്കാൾ നമുക്ക് ഏറ്റവും അധികം അഭിമാനം തോന്നുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കരങ്ങളുണ്ട്. ആ കരങ്ങൾക്ക് ശക്തിയേകാൻ പടച്ച തമ്പുരാൻ ആഫിയത്തും അവർക്കുള്ള കരുണയും അവർക്കുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ ദുനിയാവിലും പരലോകത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വിശുദ്ധ റമളാൻ സമാഗതമാവുകയാണ്. അപ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ അതിങ്ങനെ കാണുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മ വരികയാണ്. എന്താണ് സഹോദരങ്ങളെ, ഇവിടെ ഇത്രയും ആളുകൾ, നമ്മളറിയാത്ത എത്രയോ ആളുകളാണ് ഈ അരിക്ക് പിന്നിലുള്ളത്, അല്ലേ? ഞാൻ സാധാരണ തരത്തിലുള്ള പരിപാടികൾക്ക് ഈ 100 റുപ്യേൻ്റെ സഹായം കൊടുക്കുന്നതിന് 1000 റുപ്യേൻ്റെ പരിപാടി നടത്തും. പൊതുവേ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടിൻ്റെ കോലം. നമ്മൾ 100 റുപ്യേൻ്റെ സഹായം കൊടുക്കുകയാണെങ്കിൽ 1000 റുപ്യേൻ്റെ ചെലവുള്ള പരിപാടിയാണ് വെക്കുക. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പബ്ലിക്കുകൾ സാമൂഹ്യ സേവനം നടത്തണമെന്ന് ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ ചെയ്ത് റീൽസാക്കാനും ഷോർട്സാക്കാനും അതൊക്കെ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കാനുമാണ് ഇന്ന് ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ
ഇവിടെ എത്തിയതിൻ്റെ ഒരു പിന്നിലുള്ള രഹസ്യം എന്താണ് സഹോദരങ്ങളെ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണ്. അള്ളാഹു വഹിയായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളാണ്. എന്താണ്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ഇത്രയും ഗൗരവമായ ഒരു സംസാരം വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് കാണാൻ പറ്റൂല. മതത്തെ നിഷേധിച്ചവനെ നീ കണ്ടു എന്നാണ്. ഈ മതം എന്ന് പറയുമ്പോൾ മതം കറുപ്പാണ്, മതം മനുഷ്യനെ മയക്കുന്ന മരുന്നാണ് എന്നൊക്കെ എന്താണ് മതത്തെപ്പറ്റി മോശമായി പ്രചരിപ്പിക്കുന്നവർ. ആ മതം മനുഷ്യനെ പഠിപ്പിക്കുന്ന വലിയ വാല്യൂസ് ഉണ്ട്. മതത്തെ കളവാക്കിയവനെ നീ കണ്ടുവോ എന്നാണ് അള്ളാഹ് ചോദിച്ചത്. ഈ ദീനിനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ? അതാരാണ്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. അനാഥയെ സംരക്ഷിക്കാത്തവനാണ് അല്ലേ, അനാഥയെ ആട്ടി അകറ്റുന്നവനാണ്. പിന്നെ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ഏതൊരു മനുഷ്യനെയും അത്ഭുതപ്പെടുത്തുന്ന വർത്താനാണ് അള്ളാന്റെ അല്ലേ. ഭക്ഷണം കൊടുക്കാത്തവനെ കുറിച്ചല്ല നിഷേധിച്ചത്, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാത്തവനെ കുറിച്ചല്ല, മിസ്കീന് ഭക്ഷണം കൊടുക്കാത്തവനെ കുറിച്ചല്ല അള്ളാഹു മതത്തെ നിഷേധിച്ചു എന്ന് പറയുന്നവൻ. കാരണം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. കാരണം സ്വന്തമായിട്ട് പോലും അടുപ്പ് വീട്ടിൽ അധ്വാനിച്ച് കിട്ടാത്ത കുറേ ആളുകളുണ്ട്. വീട്ടിൽ പട്ടിണിയായാൽ അവർക്കൊരാളെ ഭക്ഷണം കൊടുത്ത് സഹായിക്കാൻ ഒരുപക്ഷെ കഴിയണമെന്നില്ല. പക്ഷെ മതത്തെ നിഷേധിച്ചവൻ ആരാണ്? മിസ്കീനായവന്റെ ഭക്ഷണത്തിന് ഒരു പ്രേരണ പോലും നൽകാത്തവനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റൂലെങ്കിൽ എന്ത് പറയാ, ബഷീർ ഖാനെ വിളിച്ചു കണ്ട് പറയാം, അതങ്ങനെ ഒരു കുടുംബമുണ്ട്, നിങ്ങളൊന്ന് കൊടുത്താൽ അവർക്ക് വലിയ ഉപകാരമാകുമെന്ന് പറയാൻ സഹോദരങ്ങളെ അത് കഴിയാത്തവരുണ്ടോ അല്ലേ? നമ്മളെ കാശുള്ള ഒരാളെടുത്ത് ചെന്നിട്ട് ഇന്നെ കുടുംബം ഇവിടെ പട്ടിണിയുണ്ട്, നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറയാൻ പറ്റാത്തവരുണ്ടോ? നമുക്ക് കൊടുക്കാൻ പറ്റൂലെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്കൊന്ന് വിവരം എത്തിച്ചു കൊടുക്കാം. മഹല്ലിലെ കമ്മിറ്റിയിലൊന്ന് പോയിട്ട് പറയാം അല്ലേ, നമ്മളെ മഹല്ലിൽ ഉസ്താദിനോട് പറയാം, ഇതങ്ങനെ ഒരു കുടുംബം വലിയ പ്രയാസത്തിലാണ് കേട്ടോ, നിങ്ങളൊന്ന് അറിയണം, കണ്ടറിയണം കേട്ടോ എന്ന് അത് പറയാൻ പറ്റാത്ത ആരല്ലേ? അത് ചെയ്യാത്തവനെ കുറിച്ചാണ് മതത്തെ നിഷേധിച്ചവൻ എന്ന് പറഞ്ഞത്. അപ്പൊ അത് സഹോദരങ്ങളെ, ആ ഒരു അധ്യാപനങ്ങളാണ് ഇത്രയും കണക്കിന് ഭക്ഷ്യവസ്തുക്കളെ ഇവിടെ രഹസ്യമായി കാശ് കൊടുത്ത് ആരൊക്കെ കൊടുത്തത് പോലും ആർക്കും അറിയില്ല. അതിൻ്റെ പിന്നിൽ ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളുണ്ട് അല്ലേ. ഇപ്പൊ കുറെ ആളുകൾ ജോലി ഒഴിവാക്കി അനുവദിച്ച ലീവെടുത്ത് അല്ലെങ്കിൽ കാഷ്വൽ ലീവ് എടുത്ത് ജോലി ഒഴിവാക്കിയിട്ട് ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ ഹാജരായത് എന്തിനാണ് സഹോദരങ്ങളെ? അതിലവർ വലിയൊരു ലക്ഷ്യത്തെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ ആയുസ് എപ്പോഴവസാനിക്കും? ആയുസ് അവസാനിക്കണം എന്നില്ല. എത്രയോ സ്ട്രോക്കായ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്, വളരെ ചെറുപ്പക്കാരായ 40 വയസ്സ്. ഇന്നിപ്പോൾ ഒരു ഫിസിയോതെറാപ്പിൻ്റെ മുമ്പിൽ നിന്ന് പോയാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം പണ്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മരിച്ചാനായ ആൾക്കാർക്ക് അവസാനം വരുന്ന ഒരു അസുഖമായിട്ടാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ മൂപ്പര് ലാസ്റ്റ് കുരുവാൻ കൊഴിഞ്ഞു, കിടപ്പിലായി, മരിച്ചുപോയി. അത് ഒരു നാച്ചുറൽ എൻഡായിട്ടാണ് കണ്ടിരുന്നത്. ഇന്നല്ല അങ്ങനെയല്ല. 35-40 വയസ്സുള്ള ഒരു കുടുംബത്തിന്റെ അത്താണിയാകുന്ന അല്ലെ, ഒരു കുടുംബത്തെ നയിക്കേണ്ട ഒരു വ്യക്തി ഒരു വലിയ ഭാരമായി മാറുകയാണ്. അയാളെ ചികിത്സിക്കണം, അയാൾക്ക് തെറാപ്പി ചെയ്യണം, പോരാ കുടുംബത്തെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അത്രയും വലിയ ദുരന്തമായി മാറുകയാണ് ഈ സ്ട്രോക്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് മരണം എന്ന് മാത്രമല്ല, ഒരു അസുഖം അല്ലേ, ഒരു ചെറിയ മുഴ വന്നു, ഒരു റിപ്പോർട്ട് വെയിറ്റ് ചെയ്യാണ്, ഒരു ബയോപ്സി റിപ്പോർട്ട് നാളെ വരും, അതിൽ ക്യാൻസർ 4ാമത്തെ സ്റ്റേജാണെന്ന് പറഞ്ഞാൽ അതൊക്കെ മരണത്തിന് തുല്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരോഗ്യമുള്ള സന്ദർഭം അല്ലേ, ചെയ്യാൻ കഴിയുന്ന ഒരു ആരോഗ്യം താക്കത്ത് ഇവിടെ ഒന്ന് ഈ ചാക്കോത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ ആരോഗ്യമുള്ള ഒരു സന്ദർഭത്തിൽ അതിനുള്ള കൂലി കിട്ടാനുള്ള മാർഗമുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, ഇന്ന് നിങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് എല്ലാ കൊല്ലം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അടുത്ത കൊല്ലം എന്തെങ്കിലും അസുഖം കാരണോ, എന്തെങ്കിലും യാത്ര കാരണോ, എന്തെങ്കിലും പ്രയാസം കാരണോ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു സൽക്കർമ്മം ഒരാൾക്ക് ചെയ്യാൻ പറ്റിയതായാൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം അയാൾക്ക് കൊടുക്കുമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നവവി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ രോഗം കാരണോ അല്ലെങ്കിൽ യാത്ര കാരണോ ഒരാൾക്ക് മുടങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. ഇത് പടച്ചോൻ്റെ റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമാണ്.
അത് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പ്രതിഫലത്തിൻ്റെ ഒരു സിസ്റ്റമാണ് പടച്ചോൻ്റെ റിവാർഡ്. മനുഷ്യൻ്റെ ബ്രെയിൻ തന്നെ വർക്ക് ചെയ്യുന്നത് സത്യത്തിൽ ഈ റിവാർഡ് സിസ്റ്റം വെച്ചിട്ടാണ് അല്ലേ. നമുക്കൊരു സന്തോഷമുള്ള കാര്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യാൻ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ബ്രെയിന് പോലും അള്ളാഹു ഡിസൈൻ ചെയ്തത് ഈ ഒരു റിവാർഡ് സിസ്റ്റത്തിലാണ്. അതായത് നല്ല കാര്യങ്ങൾക്ക് റിവാർഡ് തരും, മോശമായ കാര്യങ്ങൾക്ക് ശിക്ഷ കൊടുക്കുമെന്ന ഒരു പ്രോഗ്രാമിംഗ് ഇതാണ് നമ്മളെ ബ്രെയിൻ പോലും പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നാളെ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു പേഷ്യൻ്റ്, ഞാൻ സ്ഥിരമായിട്ട് മുട്ടുമാറ്റി വെച്ചാൽ ആളുകൾ ഉറങ്ങാറില്ല. അതൊരു സത്യമാണ്. കാരണം അത് ലിറ്ററേച്ചറിൽ ഡോക്യുമെൻ്റ് ചെയ്തതാണ്. കാരണം ഉറക്കമുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ സാധാരണ ഞാൻ ഡിസ്ചാർജ് ആക്കുമ്പോൾ പറയും എന്താ വെച്ചാൽ പിന്നെ ബേജാറാകണ്ട വെച്ചിട്ട്, കാലിന് നീരുണ്ടാവും, കാലിൻ്റെ ഒരു പുറം ഭാഗത്ത് തൊട്ടാൽ അറിയില്ല, ഉൾഭാഗത്ത് ഇങ്ങനെ കുത്തി വലിച്ചണ മാതിരി ഉണ്ടാവും, പിന്നെ ഉറക്കമുണ്ടാവില്ല, തിന്നാൻ വേണ്ടി വരില്ല, ചെയ്യേണ്ടില്ലേലും നിങ്ങൾ തോന്നും ഇടക്കിടക്ക്. ഇതൊക്കെ ഉണ്ടാകണം കേട്ടോ. ഒരു 3 മാസത്തിന് ഇതിനോട് ഇനി പറയണ്ടെന്നറിയാം. കാരണം പിന്നെ വന്നുകൊണ്ട് ഈ നേരെ മെനക്കെടണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ സാധാരണ ഉറക്കക്കുറവൊക്കെ ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞൊരു ദിവസം ഒരു ഒരാളെ പെണ്ണുങ്ങൾ, അതായത് മുട്ടുമാറ്റിയ ഒരാളുടെ ഭാര്യ, അയാൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഇത് നിങ്ങൾ വിചാരിച്ച മാതിരി തുറക്കല്ല, ഇത് ഉറങ്ങണേ അല്ല, ഒറ്റപ്പൊടിയും കണ്ണടക്കില്ല എന്നാ പറഞ്ഞത്. ഒരു മനുഷ്യൻ രാത്രി മുഴുവൻ നേരം പൊൾക്കോളം അങ്ങനെ കുത്തിർക്കുക, കുറേ ദിക്റും സലാത്തൊക്കെ ചൊല്ലും. എന്താ ഇപ്പം നമ്മൾ കാട്ടുകൾ എന്തെങ്കിലും ഒരു പരിഹാര പ്രാവശ്യം ഉണ്ടാക്കി തന്നെ പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു ഉറങ്ങാത്ത ആൾ ഞാനും കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല എന്താ ഇതിൻ്റെ കാരണം, നിങ്ങൾക്ക് എന്താ തോന്നുന്നു ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു, അമ്മക്കാരനേക്കാൾ ഓൽക്കറിയാലോ, ഓരല്ല ഒപ്പം കുത്തിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്ര വലിയൊരു മാതാപിതാക്കളോടുള്ള സ്നേഹം അറിഞ്ഞിട്ടില്ല. ആ പെണ്ണുങ്ങളോട് പറയണേ, ഞാൻ വിചാരിക്കണം എന്താ പറയുക, നിങ്ങൾക്ക് മൂപ്പർക്ക് കാലങ്ങളായിട്ടൊരു സ്വഭാവമാണ്. മൂപ്പര് അമ്മയും ബാപ്പയും മരിച്ചത് മുതൽ മൂപ്പര് സുബൈൻ്റെ 2 മണിക്കൂർ മുമ്പ് നീച്ചു, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. അത് കഴിഞ്ഞാൽ മൂപ്പര് 1/2 മണിക്കൂർ ബാങ്ക് കൊടുക്കണതിൻ്റെ 1/2 മണിക്കൂർ മുമ്പ് മൂപ്പര് ഖബർസ്ഥാനിക്ക് പോകും. എന്നിട്ട് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും കബറിങ്ങന്ന് ദ്വേർക്കും. ആ ദ്വേർക്കുമ്പോഴാണ് സുബൈ ബാങ്ക് കൊടുക്കുക. അത് കാലങ്ങളായി മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് ഇപ്പം മുടങ്ങി. അതാണ് മൂപ്പര് ഉറങ്ങാത്തത്. സഹോദരങ്ങൾ, ഇങ്ങനെ ഉമ്മാനെയും ബാപ്പാനെയും സ്നേഹിക്കുന്ന ആൾക്കാരെ പറ്റി നിങ്ങൾ കേട്ടുക്കണോ? എന്നും സുബൈൻ്റെ 2 മണിക്കൂർ മുമ്പ് നീച്ചുകാണ്ട് തഹജ്ജുദ് നിസ്കരിച്ച് പള്ളിക്കാട്ട് പോയി സുബൈൻ്റെ മുമ്പ് ബാപ്പാൻ്റെ അമ്മാൻ്റെയും കബറിങ്ങന്ന് ദ്വേർക്കുക. എന്നിട്ട് ആ നേരത്തെ അത്ര സുബയ്യാൻ കൊടുക്കുക. എന്നിട്ട് മൂപ്പര് നേരെ പള്ളിക്കാട്ട് പോകുന്നു. അത് കൊല്ലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മുട്ടുമാറ്റിയപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തിയുള്ള സങ്കടം കൊണ്ടാണ് മൂപ്പർ ഉറങ്ങാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ആ ഭാര്യ പറയുമ്പം, നമ്മളൊന്നും നമ്മളെ മാതാപിതാക്കളെ സ്നേഹിച്ചിട്ടില്ല സഹോദരങ്ങളെ. മരിച്ചതിന് ശേഷവും ആളുകൾ തൻ്റെ മാതാപിതാക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് അതൊക്കെ എവിടുന്നാണ് സഹോദരൻ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളാണ്. ഖുർആൻ പഠിപ്പിച്ചതാണ് മാതാവിനെ സ്നേഹിക്കാൻ, പിതാവിനെ സ്നേഹിക്കാൻ. അതുകൊണ്ട് സഹോദരൻ, ഇതിനൊക്കെ പ്രതിഫലം കിട്ടണ്ടേ? കഴിഞ്ഞ ദിവസം OP-യിൽ കാണിക്കാൻ വന്നൊരു ഉമ്മ കുറേ വൈകി, ഇതേപോലെ ഓപ്പറേഷനൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും ചിലപ്പം. അപ്പോൾ ആൾക്കാരൊക്കെ ദേഷ്യപ്പെട്ടും ചൂടാവും. ചില ആൾക്കാരൊക്കെ ദേഷ്യപ്പെട്ട് OP ടിക്കറ്റൊക്കെ കീറി മുറിച്ചിട്ട് പോകും. കാരണം ഒരു 1-2 മണിക്കൂറൊക്കെ ഡിലേ വന്നാൽ നമ്മൾ തിയേറ്ററിൽ കയറി നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ ആളുകൾ അതിനനുസരിച്ചുള്ള ദേഷ്യം കാണിക്കും. അതൊക്കെ ഓക്കെ. പക്ഷെ ഒരു ഉമ്മ ഉണ്ടല്ലോ, ഒരു ഉമ്മ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ ഉമ്മ പുറത്തുകൂടെ വന്നുകാണ്ട് എൻ്റെ OP-യിലെ കുട്ടീനെ കണ്ടുകാണ്ട് മെല്ലെ കയറി വന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം പറയാണ്ട്, അതായത് ഞാൻ എൻ്റെ അയൽവാസിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെയൊക്കെ ഒരു വലിയ മന്ദബുദ്ധിയുള്ള കുട്ടിയുണ്ട്, 45-50 വയസ്സായ മന്ദബുദ്ധിയുള്ള വലിയൊരു മകൻ, നല്ല തടിമുടുക്കുള്ള ആ മകനെ നോക്കണ ഇങ്ങനെ ചെല്ലിച്ചിക്കണ ഒരു ഉമ്മ. ആ അമ്മയാണ് ആ മകനെ നോക്കണ മന്ദബുദ്ധിനെ. ഞാനത് അയലോക്കക്കാരെ ഏൽപ്പിച്ച് പോന്നാണ് മകനെ. 2 മണിക്കൂറായി, ജിന്നൊന്ന് ഒഴിവാക്കിക്കൊണ്ടാ, അല്ലെങ്കിൽ അയലോക്കക്കാർ മുഷിഞ്ഞോരെ ഏൽപ്പിക്കാൻ കഴിയൂലെന്ന്. അപ്പോൾ ഞാൻ ആ അമ്മാനെ നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ആ അമ്മ പറഞ്ഞ ആഗ്രഹം എന്താ? നിങ്ങൾ മരിച്ചിട്ടേ ഞാൻ മരിച്ചാൻ പാടുള്ളൂ. ഓനെ വേറൊരാളെ കൊണ്ട് നോക്കാൻ കഴിയില്ലാണ്. സഹോദരങ്ങളെ, നിങ്ങളത് ഞാൻ കല്യാണത്തിനൊക്കെ നമ്മളെ കുടുംബത്തിൽ പോയാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യതരങ്ങൾ, അവിടെ കുറേ വല്യമാരൊക്കെ കൂടി ഒരു റൂമിൽ കുത്തിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മളെ എളാമ്മ, മൂത്തമ്മ, വല്യമ്മ, വല്യമ്മാൻ്റെ ഏട്ടത്തി, അഞ്ചത്തി, അപ്പുറത്തെ വല്യമ്മ, ഓലൊക്കെ കൂടി റൂമിലിരുന്ന് ഇങ്ങനെ ചിരിച്ച് വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടാവും. അതാണ് കല്യാണത്തിൻ്റെ ഓലെ ഏറ്റവും വലിയൊരു സന്തോഷം. നോക്കി, ഈ ഉമ്മ ജീവിതത്തിൽ ഒരു കല്യാണത്തിന് പോയിട്ടില്ല.
ഒരു തക്കാരത്തിന് പോയിട്ടില്ല, ഒരു ടൂറിന് പോയിട്ടില്ല. ജീവിതം മുഴുവൻ ഈ മകനെ നോക്കിക്കാണ്. ആര് നൽകും പ്രതിഫലം? മാലിക് യൗമുദ്ദീൻ നിസ്കാരത്തിൽ 17 വട്ടാണ് ഒരു വിശ്വാസി നിർബന്ധമായി പറഞ്ഞത്. ഇതൊന്നും വെറുതെ പറയാനുള്ളതല്ല സഹോദരങ്ങളെ, ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കാനുള്ളതാണ്. മാലിക് യൗമുദ്ദീൻ നമ്മൾ 17 പ്രാവശ്യം പറയണത് എന്തിനാണ്? പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ റബ്ബേ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസമുണ്ട്. ഒരു ദിവസവും പോലും മുടങ്ങാതെ സുബഹിക്ക് മുമ്പ് എണീറ്റ് മാതാപിതാക്കളുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് നൽകാൻ അല്ലാഹുവിന് വലിയ സമ്മാനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ദിവസം വരും. ജീവിതത്തിലൊരു കല്യാണത്തിന് പോലും പങ്കെടുക്കാത്ത, നമ്മൾ സന്തോഷമായി കാണുന്ന, ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും സന്തോഷിക്കാത്ത, നമ്മൾ കാണുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു ഉമ്മുണ്ട്. ആ ഉമ്മക്കാര് നൽകും പ്രതിഫലം. അതൊക്കെ പ്രതിഫലം നൽകുന്ന ഒരു ദിവസം വരാണ്ട് സഹോദരങ്ങളെ. അതാണ് മാലിക് യൗമുദ്ദീൻ. അതുകൊണ്ട് ജീവിതം ഇത് നമ്മളെന്തല്ലോ, നമ്മൾ ഈ വൈബിൽ ഇങ്ങനെ ഈ ഓളത്തിൽ പോവുകയാണ്. ഇതൊക്കെ ഒറ്റപ്പെടുന്ന ഒരു റിപ്പോർട്ട് വന്നാൽ മതി, റിപ്പോർട്ടിൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഒരു സ്ട്രോക്ക് വന്നാൽ മതി, വലത് കൈ ഇളകണില്ല, സംസാരിക്കാൻ പറ്റണില്ല, നിസ്സഹായനാണ്. നിങ്ങൾ ആലോചിച്ച്, വലത് കൈയും കാലും ഇളകാതെ സംസാരിക്കാൻ കഴിയാതെ ബെഡിൽ കിടക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അതൊക്കെ അല്ലാഹുവിനൊരു പ്രയാസമില്ല. ഏത് ഖൈറും ഷർറും അതെല്ലാം ജീവിതത്തിന്റെ പരീക്ഷണങ്ങളാണ്. അതിനുവേണ്ടിയാണ് അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചത് എന്ന, അതിലെങ്ങനെ ജീവിക്കണം, എങ്ങനെ നിലപാടെടുക്കണം എന്ന് പഠിപ്പിക്കാനാണ് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ എന്താ പറയുക, എത്ര ദിവസം പണി ഒഴിവാക്കിയിട്ടും ഇവിടെ വന്നിരിക്കാൻ കഴിയും, ഇത് ചെയ്യാൻ കഴിയും. അത് നഷ്ടബോധം ഉണ്ടാക്കൂല, അത് ലാഭമാണ്. അതാണ് പറഞ്ഞത്. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, എന്താണ്? ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ, ഇവിടെ തുടക്കത്തിൽ ഓതി വെച്ചു. ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെ കുറിച്ച്, തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ അദാബിനെ തൊട്ട് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെ പറ്റി ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെ എന്നാണ്. അതെന്താണ്? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അല്ലാഹുവിൽ വിശ്വസിക്കുക. അതന്നെ ഒന്ന്. ഇത് ഏത് സൽക്കർമ്മത്തിനും പ്രതിഫലം കിട്ടണമെങ്കിൽ എന്താ പറയുക? അല്ലാഹുവിൽ വിശ്വസിക്കണം. നിങ്ങൾ എത്ര വലിയ ചാരിറ്റി നടത്തിയാലും, ഞാൻ ഇവിടെ ഈ ചാരിറ്റിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഞാൻ പറയണേ, എത്ര വലിയ ചാരിറ്റി നടത്തിയാലും പടച്ചോ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം ശരിയായിരിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞ വലിയൊരു ധർമ്മിഷ്ഠനായ മനുഷ്യനെക്കുറിച്ച് അറേബ്യക്കാർക്ക് മുഴുവൻ അറിയാം. കാരണം ജാഹിലിയത്തിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായ വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ. അദ്ദേഹത്തിൻ്റെ കഥ വായിച്ച സീറയിൽ കാണാൻ പറ്റും. അദ്ദേഹം ഒരു കുരുത്തം കെട്ട ചെക്കനായിരുന്നു. ആ തറവാട്ടിലും ആ കുടുംബത്തിലും ആ ഗോത്രത്തിലും ഫുള്ള് ഫിത്തന, കച്ചറ സാധനം. നമ്മൾ പറയുള്ളൂ, നല്ലൊരു വാപ്പാക്ക് ഒരു തല തിരിഞ്ഞ മോണ്ടാവും. എല്ലാവരും നല്ല കുട്ടികളാണ്, പക്ഷെ ഒരു തല തിരിഞ്ഞുണ്ടാവും. വാപ്പാനെ പറയിപ്പിച്ചാം, അല്ലെ കുടുംബത്തെ പറയിപ്പിച്ചാം. അങ്ങനത്തെ ഒരു ചക്കരയാണ് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ. എന്നിട്ട് കച്ചറ, അടി, കുത്ത്, ആകെ ഓനെ കൊണ്ട് കുടുങ്ങി. വാപ്പിയും മൂത്താപ്പിയും ഗോത്രക്കാരും ഒക്കെ കൂടി അവസാനം ഓനെ നാട് കടത്താൻ തീരുമാനിച്ചു. മീറ്റിംഗ് കൂടി കണ്ട് അത് ഓൻ അറിഞ്ഞു. ഓനവിടുന്ന് ഇപ്പോൾ നാട് കടത്തുന്നു. അങ്ങനെ ഓടുന്നു, രക്ഷപ്പെടും, സ്കൂട്ടാക്കാണ്, എവിടെയെങ്കിലും പോയി മരിച്ചാലും വണ്ടി വെച്ചിട്ട് അങ്ങനെ ദീർഘമായി യാത്ര ചെയ്ത് 2 മലകൾ കൂടിച്ചിരുന്നൊരു സ്ഥലത്ത് ഒരു ഗ്യാപ്പിലൂടെ മൂപ്പര് കയറി പോകുമ്പോൾ വലിയ സ്വർണത്തിൻ്റെ കൂമ്പാരം കാണുകയാണ്. മൂപ്പര് എന്ത് ചെയ്യും? ഒരു കണ്ടമാനം ഭാര്യയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് മൂപ്പര് ചെയ്ത അക്രമങ്ങൾക്ക് മുഴുവൻ വിധേയരായ ആളുകൾക്ക് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. എന്നിട്ട് മൂപ്പരാണ് നന്നായിട്ട് പിന്നെ മൂപ്പര് ധർമ്മിഷ്ഠനാണ്. എന്ത് കാര്യം മൂപ്പരോട് പോയി പറഞ്ഞാലും മൂപ്പര് നടത്തിത്തരും. അപ്പം നടത്താൻ പറ്റില്ലെങ്കിൽ മൂപ്പര് പറയും കുറച്ച് ദിവസം ഗ്യാപ്പ് വേണം. എന്തിനാരോ മൂപ്പര് പോയിട്ട് പിന്നെ കുറച്ച് സ്വർണ്ണം എടുത്തുകൊണ്ടിരും, എന്നിട്ട് നടത്തി കൊടുക്കും. അങ്ങനത്തതാ. അത് അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആനെ കുറിച്ച് അറിയാത്ത മക്കൾക്കാരില്ല എന്നാണ്. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട് നബിയോട്, അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ സ്വർഗത്തിലാണോ എന്ന്. റബ്ബി ഗഫിർലി ഖതീഅതി യൗമ തുബ്അസുൻ, അല്ലെങ്കിൽ റബ്ബി ഗഫിർലി ഖതീഅതി, എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണമേ എന്ന് ഒരിക്കൽ പോലും അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ സ്വർഗത്തിലല്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചാരിറ്റി നടത്തി സ്വർഗത്ത് പോകുന്നു വിചാരിച്ചണ്ട. ചാരിറ്റി നടത്തി സ്വർഗത്ത് പോകണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പറഞ്ഞു തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് കലരാത്ത വിശ്വാസം ഉണ്ടാകണം.
പിന്നെ വതുജാഹിദൂന ഫീ സബീലില്ലാ, ഇവിടെ പറയാം, ആയത്തിൽ പറഞ്ഞാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യണം? സത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ അധ്വാനിക്കണം. അതുകൊണ്ട് കിറ്റ് കൊടുക്കാൻ പറ്റും, കിറ്റ്, ആ ചാക്ക് കൊടുക്കാൻ, അരിച്ചാക്ക് കൊടുക്കാൻ പറ്റും ചാക്ക്. ഞാൻ അതല്ലെങ്കിൽ ഒന്നിനും പറ്റൂലെങ്കിൽ ഈ കിറ്റ് ഉണ്ടാക്കൽ, ഇതൊക്കെ സഹോദരങ്ങളെ, ഇതൊക്കെ വലിയ പ്രതിഫലമായിട്ട് നാളെ വരുന്നൊരു സന്ദർഭമുണ്ട്. ഇതൊക്കെയാണ് ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ ചില ആളുകളുണ്ട്. അവരിതിൽ ലക്ഷ്യമായി കാണുന്നുണ്ട്. അവിടെയാണ് സന്തോഷം കിട്ടുക. നിങ്ങളിവിടെ വന്നു, വലിയൊരു ഉദ്ദേശമുണ്ട് അല്ലേ സഹോദരങ്ങളെ? എത്ര നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താ? മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞൊരു വാക്കുണ്ട്, എത്ര ആലോചിച്ചാലും പിടികിട്ടാത്തൊരു വാക്കാണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർമ്മങ്ങൾ ചെയ്യാനല്ല എനിക്ക് കൂടെ സമയം വേണ്ടി വന്നിട്ടുള്ളത്. നോക്കി, ആരാണ് പറയുന്നത്? അഹ്ലുസുന്നന്റെ ഇമാമാണ്, ഇമാമുസുന്ന എന്നറിയപ്പെടുന്ന മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി പറയുന്നത്, എനിക്ക് സമയം ഏറ്റവും കൂടുതൽ വേണ്ടി വന്നത് എന്തിനാണ്? ഇബാദത്തുകൾ ചെയ്യാനല്ല, മറിച്ച് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ നിയ്യത്ത് നന്നാക്കാനാണെന്ന്. ആലോചിച്ചാലും നിങ്ങളൊക്കെ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടും. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഈ പരിപാടിക്ക് നിങ്ങൾ എന്തിനാ വന്നത്? എല്ലാ കൊല്ലം ഞാൻ വരലുണ്ട്. ഈ കൊല്ലം ഇന്നെ കാണാൻ ഞാൻ ബഷീർക്ക അല്ലെ ഉമ്മറിലോട്ട് എന്തെങ്കിലും വിചാരിക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ സഹോദരങ്ങളെ, പ്രതിഫലം നഷ്ടപ്പെടും. അതാണ് നിയ്യത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ ഉദ്ദേശം ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. സൂറത്തു ഇൻസാനിലെ ആയത്താണ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, ഞങ്ങൾ നിങ്ങൾക്ക് മിസ്കീനുകളായ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ലിവജ്ഹില്ലാ, അല്ലാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഫലം, എന്തെങ്കിലും ഒരു നന്ദിയുടെ വാക്ക് അത് പ്രതീക്ഷിച്ചത് കൊണ്ടല്ല ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് വിശ്വാസികൾ പറയുമെന്നാണ് സൂറത്തു ഇൻസാനിൽ പറഞ്ഞത്. അതുകൊണ്ട് വജ്ഹ് ആഗ്രഹിച്ചാണ് കൊടുക്കുന്നത്, റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചാണ് കൊടുക്കുക. ആരെയും കണ്ണിപ്പൊടാനോ ബഷീർക്ക് എന്തെങ്കിലും വിചാരിച്ചോ? എല്ലാ കൊല്ലം വരുന്നത് കൊണ്ട് ഇക്കൊല്ലം എങ്ങനെ വരാതിരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് സഹോദരങ്ങളെ നിങ്ങൾ വിചാരിക്കരുത്. എന്ത് കാര്യം, എത്ര ചെറിയ സൽക്കർമാണെങ്കിലും സഹോദരങ്ങളെ, അതിൻ്റെ നിയ്യത്ത് കളങ്കമില്ലാത്തതായിരിക്കണം. അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, ആരെങ്കിലും എന്ത് വിചാരിക്കും, ബാപ്പെന്ത് വിചാരിക്കും, ആങ്ങളെന്ത് വിചാരിക്കും, പെങ്ങളെന്ത് വിചാരിക്കും, ഭർത്താവ് എന്ത് വിചാരിക്കും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ റബ്ബെന്ത് വിചാരിക്കും എന്നതാണോ. ഞാൻ ഇപ്രാവശ്യം പോയിട്ടില്ലെങ്കിൽ പടച്ചോനെ പറ്റി എന്താ വിചാരിക്കുക? അതാണ് സഹോദരങ്ങളെ ശരിയായ വിചാരം. അതുകൊണ്ട് ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു ശരിയായ കാര്യത്തിലേക്ക് നമ്മൾ നിയ്യത്ത് എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. അല്ലെങ്കിൽ ഇതൊക്കെ വലിയ നഷ്ടമായി മാറും. നാളെ പരലോകത്ത് ഓരോ കർമ്മങ്ങളും വലിയ തൂക്കം തൂങ്ങുന്ന ആ സന്ദർഭത്തിൽ, നമ്മൾ കർമ്മങ്ങൾക്ക് ആവശ്യക്കാരായിരിക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന ധൂളികളായി പോകുന്ന ഒരവസ്ഥ നമുക്ക് സംജാതമാകും. നമ്മൾ മുഫിലിസായി മാറും. മനിൽ മുഫിലിസ്, ആരാണ് മുഫിലിസ് എന്ന് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് ആരാണ് മുഫിലിസ്. നാളെ പരലോകത്ത് വിചാരണ സന്ദർഭത്തിൽ നല്ല കർമ്മങ്ങൾ, നിറച്ച് കർമ്മങ്ങളുമായി, നല്ല കർമ്മരേഖയുമായി ഹാജരാക്കപ്പെടുന്നതാണ്. പക്ഷേ വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടും. നിയ്യത്തില്ലാത്ത കർമ്മങ്ങൾ, ഇഖ്ലാസില്ലാത്ത കർമ്മങ്ങൾ, മറ്റുള്ളവരെ പറ്റി ഏഷണി പറഞ്ഞത്, പരദൂഷണം പറഞ്ഞത്, കണ്ടതും കേട്ടതും പറഞ്ഞത്, അതൊക്കെ സഹോദരങ്ങളെ നമ്മുടെ നന്മകളിൽ നിന്നാണ് എടുത്തു കൊടുക്കുക. മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുക നമ്മളെ നന്മകളിൽ നിന്നാണ്. നമ്മളിവിടെ ഈ ജോലി ഒഴിവാക്കി നമ്മളിവിടെ വന്ന് ഈ കിറ്റ് നമ്മൾ അസംബിൾ ചെയ്തതിൻ്റെ കൂലി സഹോദരങ്ങളെ, അതൊക്കെ നമ്മൾ പറഞ്ഞ പരദൂഷണത്തിൻ്റെ പേരിൽ, ഏഷണിൻ്റെ പേരിൽ നാളെ നമുക്ക് നഷ്ടപ്പെടും. അതൊക്കെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അവസാനം നമ്മുടെ കർമ്മരേഖയിൽ നല്ല കർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ എടുത്തു കൊടുത്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾ പറഞ്ഞ പരദൂഷണം ബാക്കിയാണ്. കണ്ടതും കേട്ടതും ഷെയർ ചെയ്തത്, വോയിസ് ഇട്ടത്, അതൊക്കെ ഇനിയും ബാക്കിയാണ്. അപ്പോൾ അവരുടെ തിന്മകൾ നമ്മളെ പെരടിയിൽ വെച്ചു തരുമെന്നാണ്. അങ്ങനെ വലിയ കർമ്മങ്ങളുമായി വന്ന് വലിയ നഷ്ടക്കാരായി മടങ്ങേണ്ട ഒരവസ്ഥ നാളെ പരലോകത്ത് സംജാതമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് താക്കീത് നൽകിയിട്ടുണ്ട്. അവനാണ് മുഫ്ലിസ്, അവനാണ് പാപ്പർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നേരത്തെ അറിയിച്ചു തന്നെന്തറിയോ? ആ ഒരു പാപ്പറിൽ നമ്മൾ പെടാതിരിക്കാനാണ്. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലേ? ഒരാളെപ്പറ്റി മോശമായത് അറിയുമെങ്കിൽ എന്തിന് പറയണം സഹോദരങ്ങളെ? തൻ്റെ സഹോദരനെ പറ്റി ഒരു മോശമായ കാര്യം എന്തിന് നമ്മൾ പറയണം? നിങ്ങൾ
അവനെപ്പറ്റി അങ്ങനെ കാര്യം കേട്ടാൽ 70 കാരണങ്ങളെങ്കിലും കണ്ടെത്തണം എന്നാണ്. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. ഓൻ അവിടെ കണ്ടു, ഓനെ ആ ബാറിന്റെ മുമ്പിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ആ ബാറിന്റെ അപ്പുറത്തൊരു മെഡിക്കൽ ഷാപ്പ് ഉണ്ട്, അങ്ങോട്ട് മരുന്ന് വാങ്ങാൻ വന്നതാണ് ഓൻ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഓൻ വെള്ളടിക്കാൻ വന്നതാണ് എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഓൻ വെള്ളമടിച്ചോനെ മണക്കുണ്ടെന്ന് പറയുമ്പം 4 ആളോട് ഓനെ ഞാൻ കണ്ടപ്പം ഓൻ നല്ല മണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഓനെ മദ്യപാനിയാക്കലല്ല, അതോ കഷായം കുടിച്ചതേക്കാരം, കഷായത്തിൽ ചിലപ്പോൾ ചെറിയ ആൽക്കോളൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. ഒരാളെപ്പറ്റി മോശമായി പറയാൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല എന്ന് നമ്മളെ മനസ്സിനെ ധരിപ്പിക്കാൻ 70 കാരണമെങ്കിലും നിങ്ങൾ അന്വേഷിക്കണമെന്നാണ് താബീങ്ങൾ പറഞ്ഞത്. എന്നിട്ടോ അതുമല്ലെങ്കിൽ അങ്ങനെ പോലും കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു കാരണം അവനുണ്ട് എന്നെങ്കിലും നമ്മൾ ആശ്വസിക്കണം. അങ്ങനെ പോലും തൻ്റെ സഹോദരനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു മോശമായ വിചാരം കൊണ്ടു നടക്കരുതെന്നാണ്. എന്നിട്ടല്ലേ പറയല് സഹോദരങ്ങളെ, പറയല്. അതുകൊണ്ട് ഇതൊക്കെ ഗൗരവമുള്ള നമ്മളെ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണമെന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലപാടിലേക്ക് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അത് ഇസ്തിഖാമത്തോടുകൂടി, ക്ഷമയോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി, ഇഖ്ലാസോടുകൂടി അതിൽ നിലകൊള്ളുകയും ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة توفنا مسلمين وألحقنا بالصالحين آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. എല്ലാ വർഷവും ഇതുപോലെ റമദാനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടി അനുദിനം എല്ലാ വർഷവും ഇതിൻ്റെ ധാന്യശേഖരണത്തിൻ്റെ അളവ് കൂടുകയും അത് ഇവരുടെ കരങ്ങളിലേക്ക് എത്തിക്കാനുള്ള സഹായഹസ്തങ്ങളുടെയൊക്കെ തോത് വർദ്ധിക്കുകയും ചെയ്യട്ടെ. ഇതിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ സഹായിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബിസ്മിയുടെ നേതൃത്വം ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മണിക്കൂറിനൊക്കെ നല്ല വേതനം കിട്ടുന്ന ആളുകൾ, ഡോക്ടർമാർ, അതുപോലെ തന്നെ വക്കീലന്മാർ, മറ്റു പ്രൊഫഷണൽ രംഗത്തൊക്കെ നല്ല ശമ്പളവും മണിക്കൂറുകൾക്കൊക്കെ നല്ല വേതനം കിട്ടുന്ന ആളുകളൊക്കെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരാണ്. എന്തിനാണ് ഈ നല്ല ശമ്പളം കിട്ടുന്ന സമയത്ത്, നല്ല സമ്പാദിക്കാൻ പറ്റുന്ന ഈ സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നടന്നു തീർക്കേണ്ട, ചെയ്തു തീർക്കേണ്ട ചില സത്യങ്ങളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നാം ഒക്കെ ഇതിൽ ഇടപെടുന്നത് എന്ന ബോധ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് 31ാമത്തെ കൊല്ലമാണ് ഈ ബിസ്മി പ്രവർത്തനം ഇത്തരം തരത്തിൽ തുടങ്ങിയിട്ട് ഞാൻ മനസ്സിലാക്കി. 95 തുടങ്ങിയതാണ്. അന്നു മുതൽ ഇന്ന് വരെ ഒരു വീഴ്ചയും പറ്റാതെ ഇത്തരം ഒരു സംഘടന കുറേ കാലങ്ങളായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണിത്. എല്ലാ വർഷങ്ങളിലും നമ്മളൊക്കെ ഇവിടെ കുറേ കാലങ്ങളായിട്ട് വന്ന് ബിസ്മി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിയുന്ന ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മൾ കാണേണ്ട ഒന്ന്, ഇപ്പം ഞങ്ങളൊക്കെ ഒരു പൊതുപ്രവർത്തകരായതുകൊണ്ട് പാവപ്പെട്ടവർക്കുള്ള ആശ്വാസത്തെ പോലെ തന്നെയാണ് പൊതുപ്രവർത്തകർക്കും ബിസ്മി ഒരു ആശ്വാസമാണ്. ശരിക്ക് നാനാ തുറകളിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് യഥാർത്ഥത്തിൽ ബിസ്മി. മാനസിക വെല്ലുവിളി നേടുന്നവർക്കുണ്ട്, പട്ടിണി കിടക്കുന്നവർക്കുണ്ട്, യത്തീം മക്കൾക്കുണ്ട്, എന്തെങ്കിലും രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്കുണ്ട്. അപ്പോൾ ആ ബിസ്മിയുടെ പ്രവർത്തകർ ഇന്ന് റമളാനിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ട് പാവപ്പെട്ടവർക്കുള്ള കിറ്റ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിതിന് വരുന്നതും ഇതിൽ പ്രവർത്തിക്കുന്നതും. ബിസ്മിയിൽ ഏകദേശം ഒരു 10-20 കൊല്ലമായിട്ട് ബിസ്മിനെ അടുത്തറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് വന്നത്. ഏതായാലും
നമുക്ക് ഇവിടെ കൂടുതൽ പ്രസംഗത്തിനല്ല പ്രാധാന്യം, നമുക്ക് ഈ പരിപാടിയാണ് പ്രാധാന്യം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ആരെയും മുഷ്മിപ്പിക്കണില്ല. ഈ സൽക്കർമ്മത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എൻ്റെ സ്വന്തം പേരിലും കൊണ്ടോട്ടി സെൻറ്റർ ജിദ്ദയുടെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു. ഈ പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നേരിൽ നോക്കിക്കാണാനും സാധിച്ചു എന്നതിൽ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. 3 പതിറ്റാണ്ടോളം ബിസ്മിക്ക് യാതൊരു പ്രയാസങ്ങളില്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെത് മാത്രമായി മാറി നിൽക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്, ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ അള്ളാഹുവിൻ്റെ തുടർന്നുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. നമുക്ക് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്മി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. ബിസ്മിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഒരുപാട് ആളുകൾ, നല്ല മനുഷ്യന്മാർ ഈ സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചുകൊണ്ട്. അള്ളാഹുവേ, നീ ബിസ്മിയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും നിൻ്റെ ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബങ്ങളിൽ നീ അവർക്ക് സമാധാനവും സന്തോഷകരവുമായ കുടുംബജീവിതം നയിക്കാൻ, അവരുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നൽകുവാൻ റഹ്മാനായ തമ്പുരാനെ നീ അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടുവാനും അതിൻ്റെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞതുപോലുള്ള സ്വീകാര്യമായ നോമ്പും പുണ്യകർമ്മങ്ങളും ചെയ്യുവാനുള്ള ആരോഗ്യവും തൗഫീക്കും ആയുസ്സും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.